ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്. അപ്പോൾ പ്രീവിയസ് വ്ളോഗ് കണ്ടവർക്കറിയാം ഞാനിപ്പോൾ നഗോയ സിറ്റിയിലാണുള്ളത്. നമ്മൾ വന്നിരിക്കുന്നത് ഒരു വെക്കേഷൻ റെൻറ്റ് ഹൗസിലോട്ടാണ്. ഭയങ്കര നല്ലൊരു സിസ്റ്റമാണ് കേട്ടോ ഇവിടുത്തെ. ആസ് ഇൻ ലൈക്ക് നമ്മളിപ്പം ഇവിടുന്ന് കയറി കഴിയുമ്പം ഈ ഡോറ് മാത്രമേ നമുക്ക് ഓപ്പൺ ആവത്തുള്ളൂ. അതിനുശേഷം നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ആക്ച്വലി നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ റൂമിൻ്റെ ഒരു പാസ് കീ തരും. അപ്പം ഇതാണ് ഞങ്ങളുടെ റൂം. ആൻഡ് ആ പാസ് കീ ഉപയോഗിച്ച് നമ്മളിങ്ങനെ അൺലോക്ക് ചെയ്തെടുക്കാം. ആൻഡ് നമുക്ക് കാർഡ് അതിൻ്റെ അകത്ത് വയ്ക്കാം. അപ്പം അവർ ഓൾറെഡി അതിൽ കാർഡ് വെച്ചിട്ടുണ്ടായിരിക്കും. ആ കാർഡ് യൂസ് ചെയ്ത് നമുക്ക് നമ്മളെ റൂം പോയി ആക്സസ് ചെയ്യാം. ഇന്ന് ബബ്ബുവിൻ്റെ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ബബ്ബു. അപ്പം നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം ഫുഡൊക്കെ എങ്ങനെയുണ്ടെന്ന്. ജപ്പാനിലെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മളങ്ങനെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലെത്തി. എറിക് സൗത്ത്. ഇതെങ്ങനെ കഴിക്കാം ഇവിടുത്തെ സൗത്ത് ഇന്ത്യൻ മീൽ എന്നുള്ള ഗൈഡാണ് ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അവരുടെ ജാപ്പനീസ് ലാംഗ്വേജിലാണ്. ഇട്ട് സ്ട്രോയിൽ വെള്ളം കുടിക്കുകയാണ് ഗൈസ്. അത് പഠിച്ചു ബബ്ബു. അങ്ങനെ നമ്മുടെ താലി മീൽ വന്നു. ഭയങ്കര യമ്മി ആയിട്ടുണ്ട് കാണാൻ. സ്മെല്ല് തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമുക്ക് കഴിച്ച് നോക്കാം. ഞാൻ ആദ്യം ഈ റൊട്ടി എടുക്കട്ടെ. നല്ല മണം. കുറേ ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ ഫ്ലേവറുള്ള ഫുഡ് കഴിക്കുന്നത്. ഇത് ബട്ടർ ചിക്കനാണ്. ഈ സ്ഥലത്തൊക്കെ ചുമ്മാ കറങ്ങാനേ കൊള്ളത്തുള്ളൂ. നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നാട്ടിലത്തെ ഫുഡ് തന്നെ കഴിച്ച് ജീവിക്കാൻ പറ്റും. ഇനി അടുത്ത ഞാൻ ഈ ഒരു കോക്കനട്ട് മിക്സ് വെജിറ്റബിൾ കറി. ഇല്ല, ചപ്പാത്തി കഴിച്ചത് എങ്ങനെയുണ്ട് ഫുഡ്? സൂപ്പർ. നമ്മുടെ ഫുഡ് എപ്പോഴും നമ്മുടെ ഫുഡ് തന്നെ. ആ ഒരു ഹെർബ്സും മസാലയൊക്കെ വേറെ ഒരു ഫുഡിനില്ല. എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ വരുന്ന ജാപ്പനീസ് ആൾക്കാരുടെ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും. നമ്മൾ വന്നിരുന്നപ്പോൾ തന്നെ 2 പേര് വന്നിരുന്നു. പിന്നെ കുറേ പേര് പുറത്ത് നോക്കി പോകുന്നുണ്ട് എന്തൊക്കെയാണ് ഫുഡ് എന്നുള്ളത്. അപ്പം അവർക്ക് നമ്മുടെ ടേസ്റ്റ് ഒബ്വിയസ്ലി ഇഷ്ടമായതുകൊണ്ടാണല്ലോ വന്ന് കഴിക്കുന്നത്. അപ്പോൾ ഒരു അപ്പുറത്തെ ലേഡി വന്നിട്ട് പട കഴിച്ചു. അതിനോട് ചമ്മന്തി ചോദിച്ചു, കോക്കനട്ട് ചട്നി ചോദിച്ചു. അപ്പോൾ അതാണ് ഇവിടെ ടേക്ക് അവേ ഉണ്ട്. ഓൾറെഡി പാക്ഡ് ആയിട്ടുള്ള. അതെ, വീണ്ടും ആൾക്കാരൊക്കെ വരിക. നമ്മൾ ജപ്പാനിലോട്ട് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചിരുന്ന ഇവിടുത്തെ നൂഡിൽസും അതൊക്കെ എന്തെങ്കിലും ചിക്കനൊക്കെ കാണുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അല്ല, എല്ലാത്തിലും ഒന്നില്ലെങ്കിൽ ബീഫുണ്ട്, പോർക്കുണ്ട്. ബീഫൊക്കെ കഴിക്കുന്നത് കുഴപ്പമില്ല, പക്ഷെ പോർക്ക് എല്ലാത്തിലും ഉണ്ട്. പോർക്ക് നമ്മൾ കഴിക്കാറില്ല. ഈവൻ മറ്റേ ഇതിൽ എന്താ പറയുക, കപ്പ് നൂഡിൽസിന് പോലും ചിക്കൻ ഓപ്ഷൻ മാത്രമല്ല, ഫിഷെങ്കിലും ഉള്ളതേ ഉള്ളൂ. എന്നിട്ട് ഒട്ടും സഹിക്കാൻ പറ്റത്ത്. ഓക്കെ, പോർക്കൊക്കെ ചിലപ്പോൾ നമുക്ക് ടേസ്റ്റ് അറിയാതെ നമ്മൾ കഴിച്ചു പോകും. പക്ഷെ ഒട്ടും സഹിക്കാൻ പറ്റുന്ന ഫിഷ് ഓയിലിടും. നമ്മുടെ നാട്ടിലത്തെ ഫിഷിൻ്റെ ടേസ്റ്റ് ഒന്നും അല്ല. എനിക്ക് ഉണക്കി ചിക്കൻ ഫിഷാണെന്നോ, ഉണങ്ങി ഒരുമാതിരി ഓയിലാണ് ഫിഷിൻ്റെ. നമ്മൾ മറ്റേ ഒരു ഗുളിക ഉണ്ടല്ലോ, ഒരു യെല്ലോ കളർ ഗുളിക നാട്ടിൽ, കോഡ് ലിവർ, അതിൻ്റെ മണമൊക്കെയാണ് വരുന്നത്. ഭയങ്കര ഒരു വൃത്തിയായിട്ട ഒരു സ്മെൽ. എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്ന, ചിലർക്ക് ഇഷ്ടപ്പെടും. സാൻഡ്വിച്ച് അങ്ങനത്തെ ഇതിലൊക്കെ ചിക്കൻ എന്ന് പറഞ്ഞു തരും, പക്ഷെ ഫിഷിൻ്റെ സാധനമുണ്ട്. അപ്പം ഞങ്ങളാദ്യം വിചാരിച്ച് മാഗി എല്ലാം കുറച്ച് ഓക്കെ ആയിരുന്നു. നാട്ടിൽ ഫിഷൊക്കെ വിവേക് ഇവിടെ വന്നപ്പം സാൻഡ്വിച്ചിലൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഫിഷ് കഴിക്കുന്ന എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അടിപൊളി കഴിച്ചു, വയറ് ഫുള്ളായി. വിവേകിന് കുറച്ചൊക്കെ ഫുള്ളാവണമെന്ന് പറഞ്ഞു. നമ്മൾ ബബ്ബുന് ബർത്ത്ഡേ കേക്ക് വാങ്ങാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ്. ബബ്ബുന് ഒരുപാട് വേസ്റ്റേജ് ആക്കണ്ട. നല്ല പ്രിറ്റിയല്ലേ? നാട്ടിലൊക്കെ 200 രൂപ അത്രയൊക്കെ ഉള്ളൂ. നാട്ടിൽ കൊടുക്കുന്ന നമ്മൾ ബബ്ബുവിനുള്ള ബർത്ത്ഡേ കേക്ക്സ് വാങ്ങിച്ചു. ഇതൊരു സ്ട്രോബെറി ടാർട്ടാണ്. ഇത് ഒരു ചോക്ലേറ്റ് വാനില കേക്ക്.
ഹാപ്പി ബർത്ത്ഡേ ബബ്ബു. അപ്പോൾ ഗൈസ് ഞങ്ങൾ അങ്ങനെ നമ്മുടെ ബബുവിൻ്റെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ ഉള്ളത് നഗോയ എന്ന് പറഞ്ഞ സിറ്റിയിൽ പേസ്ട്രീസ് മൾബറി എന്ന് പറഞ്ഞ ഒരു ചെറിയ ഐസ്ക്രീം ഷോപ്പിലാണ്. അപ്പോൾ ആദ്യമായിട്ട് കേക്ക് ഷോപ്പിലാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു ബർത്ത്ഡേ, അതായത് ബബുവിൻ്റെ ബർത്ത്ഡേയിൽ ഫസ്റ്റ് കേക്ക് ജപ്പാനിൽ നിന്ന് ഞങ്ങൾ മേടിച്ച് ഇന്ന് കട്ട് ചെയ്യാൻ പോയ ബബുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ. ബബു Happy birthday to Babu. Happy birthday, Babu. Yeah. കൊടുക്കാം. അപ്പയ്ക്ക് നീ ഒറ്റ കഴിച്ചെങ്ങനെയാ? ഓക്കേ, ഇതൊക്കെ ടേസ്റ്റ് വരും മനസ്സിലാവില്ല. കഴിക്കും. സ്ട്രോബെറി, ഫുൾ സ്ട്രോബെറി. അമ്മോ, അങ്ങനെ ഞങ്ങൾ ബബുവിൻ്റെ ബർത്ത്ഡേ. ഇത് ഇച്ചിരി ബബുവിന്റെ ബർത്ത്ഡേ നിങ്ങൾ നേരത്തെ കണ്ട അതേ ഷേപ്പ് മാറ്റിട്ടുണ്ട്. കുറച്ച് ടേസ്റ്റ് ചെയ്തതല്ലേ. എന്താ ക്രീം ചോക്ലേറ്റ്, ലൈറ്റ് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്. സോ ഗൈസ്, അങ്ങനെ ബബ്ബുവിനെ ബാഗിലൊക്കെ ഇട്ടേക്കാണ്. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റിലോട്ടാണ്. അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ബസ്സിൽ എത്ര സമയം എടുക്കും? ഏത് നാച്ചുറൽ മിനറൽ വാട്ടർ. ഗൈസ്, അങ്ങനെ നമ്മൾ ഒസു ഷൊട്ടങ്കൈ ഷോപ്പിംഗ് സ്ട്രീറ്റിലെത്തിക്കഴിഞ്ഞു. ക്ലോത്ത് ഷോപ്പിംഗ് ഉണ്ട്, നമുക്കൊന്ന് കയറി നോക്കാം. ഓ, നല്ല ഡ്രസ്സസ് ഉണ്ട്. ഹായ്, എനിക്കിത് ഇഷ്ടപ്പെട്ടു. നമുക്ക് നോക്കാം. ഇതാണ് ഇവിടുത്തെ ഡ്രസ്സിങ് റൂം. ഫുള്ളടയ്ക്കാൻ പറ്റും. ക്ലോസ് ആയി. 2-3 ടോപ്സും കുറച്ചൊരു 3-4 പാൻസൊക്കെ എടുത്തു. എല്ലാം കൂടെ നമുക്ക് നാട്ടിലത്തെ 2000 രൂപ ആയിട്ടുള്ളൂ. നമ്മളപ്പോൾ ഈ സുഡിയോയിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്ത് കുറച്ചെടുക്കുമ്പോഴേ 5000 ഒക്കെ ആകുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ഭയങ്കര ലാഭം. പക്ഷെ ഇതാണ് ആക്ച്വലി ലാഭം. ബബ്ബ അതിലൊരു എക്സ്ട്രാ ബാഗ്, ലഗേജ് ബാഗ് എൻ്റെ ബാഗേജിൻ്റെ അകത്ത് വെച്ചോണ്ടാണ് വന്ന് ഇവിടെ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി. ഇപ്പം ഞാനതിൽ വളരെ സന്തോഷിച്ചിട്ടുണ്ട്. വെൻഡിങ് മെഷീൻസിൻ്റെ ഒരു ഷോപ്പാണ്. പല പല സാധനങ്ങൾ. ഇതൊരു കാർഡ് ഗെയിം സ്റ്റേഷനൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ കുറേ ഇങ്ങനത്തെ ഗെയിം ഷോപ്സ് ഉണ്ട് കേട്ടോ ഈ സ്ട്രീറ്റിൽ. നമ്മളങ്ങനെ ഒരു ഗ്രോസറി സ്റ്റോറിൽ വന്നിരിക്കുകയാണ്. കയറിയപ്പോൾ തന്നെ ദുബായിലൊക്കെ ഞാൻ സൂപ്പർ മാർക്കറ്റ്സ് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഫ്ലവേഴ്സ്. സത്യം പറഞ്ഞാൽ നമ്മൾ മാത്രമാണ് ലൈക്ക് കുറച്ച് ഇന്ത്യൻസ് ആൾക്കാരും നമ്മളൊക്കെയാണ് ഇവിടെ ഭയങ്കരമായിട്ട് ലൗഡായിട്ട് സംസാരിക്കുന്നത്. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര സ്ലോ വോയിസിലാണ് സംസാരിക്കുന്നത്. ഞാൻ ഈ സംസാരിക്കുന്ന സൗണ്ട് പോലും ഭയങ്കര ഹൈ ആണ്. അവരിങ്ങനെ പയ്യെ ഓക്കെ. ഫിഷസ് ഒക്കെ ഫില്ലറ്റ് പോലെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിസ്സ ജസ്റ്റ് നമ്മൾ ബേക്ക് ചെയ്താൽ മതിയാവും.
നമ്മളൊരു പിസ്സ എടുത്തു. 4 ടൈപ്പ് ഓഫ് ചീസാണ് ഇതിലുള്ളത്. ചീസ് പിസ്സയാണ്, കുഴപ്പം കാണില്ല. ബ്രെഡ് ഉണ്ട് ഇവിടെ. ഇവിടുത്തെ ഗ്രോസറി സ്റ്റോറൊക്കെ എങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഒരു ഗോഡൗണിലൂടെ വാക്ക് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. പ്രോൺസ് ആണ്, ഭയങ്കര വലിയ സൈസ് പ്രോൺസ്. അങ്ങനെ നമ്മൾ ഗ്രോസറി ഷോപ്പിംഗ് എല്ലാം ചെയ്തു. എന്നിട്ട് തിരിച്ച് നമ്മുടെ ഹോട്ടലിലേക്ക് പോവാണ്. അപ്പോൾ അടുത്ത വ്ളോഗുമായിട്ട് വരുന്നവരെ ബൈ. ആൻഡ് പ്രീവിയസ് വ്ളോഗ്സ് കാണാൻ മറക്കല്ലേ.